പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം നമ്മുടെ മധ്യ മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, വേദപുസ്തക വനിതകൾ എന്ന ഈ ധ്യാന പരമ്പരയിൽ ഭാഗഭാക്കുകളാകുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വേദപുസ്തകം നൽകുന്ന സ്ത്രീകൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചു പോകുന്നത് അനുഗ്രഹമായിരിക്കും. സാധാരണഗതിയിൽ സ്ത്രീകളെക്കുറിച്ച് സ്ത്രീ സമൂഹത്തിൻ്റെ സമ്പത്താണ് എങ്കിലും പലപ്പോഴും അവഗണനകളുടെ നിരകളാണ് എടുത്തു കാണിക്കാറുള്ളത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ത്രീ എന്നത് ഒഴിച്ചുകൂടാനാകാത്ത, മാറ്റി നിർത്താനാകാത്ത പ്രാധാന്യതയുള്ള വ്യക്തിത്വമായിട്ടാണ് എല്ലാ ഭാഗങ്ങളിലും വരച്ചു കാട്ടുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങൾ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള സ്ത്രീകളെ നമുക്ക് കാണാൻ കഴിയും. അവരിലെ ഓരോ തരത്തിലുള്ള കുറവുകൾ, വീഴ്ചകൾ, താഴ്ചകൾ, അവരുടെ സാമർഥ്യങ്ങൾ, അവരുടെ കഴിവുകൾ, അവരുടെ ദൈവവുമായിട്ടുള്ള ബന്ധം, ഇങ്ങനെ തുടങ്ങി വിവിധ മേഖലകളെ സ്പർശിച്ചുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം സ്ത്രീകളെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. നമുക്ക് ദൈവവചനത്തിൽ എത്രമാത്രം സ്ത്രീക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് അനുഗ്രഹമായിരിക്കും. നമുക്കറിയാമല്ലോ, സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. എന്നിട്ട് അവനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു: അങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവരെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. സൃഷ്ടിപ്പിൽ തന്നെ കർത്താവിന് പുരുഷനോടൊപ്പം നിൽക്കാൻ ഒരു തുണയായി സ്ത്രീയെ സൃഷ്ടിക്കേണ്ട ആവശ്യകതയുണ്ടായി. നമുക്കറിയാം, ആ ഉൽപ്പത്തി പുസ്തകത്തിലെ തന്നെ 2-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിൽ സ്ത്രീയുടെ സൃഷ്ടിപ്പിന് ദൈവം കൊടുത്ത പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് പുരുഷനെ പൊടിയിൽ നിന്ന് ദൈവം സൃഷ്ടിച്ചെടുക്കുകയും അവനൊരു പൂർണ്ണത നൽകിയ ശേഷം അവൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതുകയും ചെയ്തു. മനുഷ്യൻ ജീവനോടെ എഴുന്നേറ്റ് നിന്നു കഴിഞ്ഞപ്പോൾ ദൈവം അവനെ മറ്റു ജീവജാലങ്ങളെല്ലാം ഭരിക്കുവാനാക്കി വെച്ചു. അവനുമായി സംസാരിച്ചു. അവൻ്റെ ജീവിതത്തിൻ്റെ നടത്തം എങ്ങനെയെന്ന് ദൈവം നോക്കിക്കണ്ടു. എന്നാൽ പ്രിയമുള്ളവരെ, നമുക്കവിടെ കാണാൻ കഴിയുന്നത് മനുഷ്യൻ്റെ ഒറ്റപ്പെടൽ ദൈവത്തിന് വളരെ വിഷമമായി തോന്നി. അതുകൊണ്ട് തന്നെ ഒരു തക്ക തുണയെ ഒരുക്കി നൽകണം എന്ന് ദൈവം ആഗ്രഹിക്കുകയും, നമുക്കറിയാം വേദപുസ്തകത്തിൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഠനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്ത് അതിന് മാംസം വച്ചു പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്നെടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇതാ ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു, ഇവളെ നരനിൽ നിന്നെടുത്തിരിക്കാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പുരുഷനെ കൊണ്ട് അല്ലെങ്കിൽ മനുഷ്യനെ കൊണ്ട് ദൈവം പറയിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് അറിയാം, എല്ലാ ജന്തുജാലങ്ങൾക്കും പേരിട്ടത് മനുഷ്യനാണ്. ദൈവം അതിനുള്ള അധികാരവും അനുവാദവും മനുഷ്യന് കൊടുത്തു. എന്നാൽ തൻ്റെ ശരീരത്തിൽ നിന്ന് എടുത്തവളായ സ്ത്രീയെ കണ്ടപ്പോൾ, നരനിൽ നിന്ന് വന്നിരിക്കാൽ നാരി എന്ന് അത് നമ്മൾ നോക്കുമ്പോൾ എല്ലാ തരത്തിലും സ്ത്രീ പുരുഷനോട് ചേർന്ന് നിൽക്കണം എന്ന് ആ ഉൽപ്പത്തി ഭാഗം മുതൽ നമ്മൾ കാണുന്നുണ്ട്. സ്ത്രീ പൊതുവിൽ നമ്മൾ പ്രയോഗിക്കുന്ന വാക്കുകൾ സ്ത്രീ, നാരി, വനിത, അത്തരത്തിലുള്ള വാക്കുകളാണ്. ഹിബ്രു ഭാഷയിൽ ഇഷ എന്നും ഗ്രീക്ക് ഭാഷയിൽ ക്യുനെ എന്നുമാണ് സ്ത്രീയെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തന്നെ ഒരു ആകത്തുക അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ തുണ എന്നാണ്. ചേർന്ന് നിന്ന് സഹായിയായിട്ട് നിന്ന് പുരുഷനെ സഹായിക്കുവാനായിട്ട് ദൈവം ആക്കി വെച്ചവളാണ് സ്ത്രീ. ആ സ്ത്രീ ഒരു മകളായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, ഭാര്യയായിക്കോട്ടെ, സമൂഹത്തിലെ ഏത് പദവി വഹിക്കുന്ന വ്യക്തിയോ ആയിക്കോട്ടെ, അവൾ പുരുഷന് ഒരു സഹായിയായിരിക്കണം, ഒരു തുണയായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, മനുസ്മൃതിയിൽ സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നാണ് രേഖപ്പെടുത്തി കാണുന്നത്. അതിൻ്റെ അങ്ങനെ അങ്ങ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ അവിടെ ചിന്തിക്കുന്നത്, നമ്മൾ കേൾക്കുന്നത്, പിതോ രക്ഷതി കൗമാരെ ഭർത്തൃ രക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യെ സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നാണ് പറയുന്നത്. അതായത് ഒരു സ്ത്രീക്ക് ജീവിതത്തിൻ്റെ 3 വലിയ കാലഘട്ടങ്ങളെ തരണം ചെയ്യേണ്ടതുണ്ട്. അവളുടെ കൗമാരം, അവളുടെ യൗവനം, അവളുടെ വാർദ്ധക്യം. ഈ 3 ഭാഗങ്ങളും പുരുഷനാൽ ഭരിക്കപ്പെടുന്ന, പുരുഷനാൽ നയിക്കപ്പെടുന്ന, പുരുഷനാൽ സംരക്ഷിക്കപ്പെടുന്നവളായിരിക്കണം. അതുകൊണ്ട് തന്നെ അവൾ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്ന ഒരു കാഴ്ചപ്പാടിലൂടെ, എന്ന ഒരു ധാരണയിലൂടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ബൈബിൾ പറയുന്നത് അങ്ങനെയല്ല. നമുക്ക് ലേഖന ഭാഗങ്ങളിൽ അത് കാണാൻ കഴിയും. മനുഷ്യൻ
സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്തിന് എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ കാണുന്നുവെങ്കിലും ലേഖന ഭാഗത്തേക്ക് വരുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യത കുറച്ചുകൂടി വ്യക്തമാകുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഇത് പൊതുവിൽ പറഞ്ഞിട്ട് തൊട്ട് താഴെയായിട്ട് ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല. അതായത് ഒരു സ്ത്രീ പുരുഷൻ എന്ന ക്രിസ്തുവിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ക്രിസ്തീയമായ ജീവിതത്തിൽ ഒരു വ്യത്യസ്തതയില്ല. രണ്ടു പേർക്കും ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ തുല്യമായ സ്ഥാനമാണ് സ്വർഗത്തിലെ ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്നത്. ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളും തന്നെ എന്നാണ് ദൈവവചനത്തിൽ പറയുന്നത്. അതായത് ഏത് തരത്തിലുള്ള അധികാരവും അവകാശവും പുരുഷനോടൊപ്പം സ്ത്രീക്കും ദൈവം പങ്കിട്ട് കൊടുത്തിരിക്കുന്നു. അത്രയ്ക്കും പ്രാധാന്യം സ്ത്രീക്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. 1 തിമോത്തിയോസ് 2-ാം അധ്യായം അതിലെ 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വളരെ വിശദമായിട്ട് അപ്പോസ്തലൻ ഒരു സ്ത്രീ എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് ഒരു ചട്ടക്കൂട് ഉണ്ടാക്കി നൽകുന്നുണ്ട്. അത് ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് എത്രത്തോളം അംഗീകരിക്കാൻ പിന്തുടരാൻ കഴിയും എന്നറിയില്ല. പക്ഷേ അങ്ങനെ ആയിരിക്കുന്നത് വലിയ അനുഗ്രഹമായിരിക്കും എന്ന് നമുക്ക് പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ തന്നെ അലങ്കരിക്കണം. സ്ത്രീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തന്നെ അലങ്കരിക്കുന്ന കാര്യങ്ങളിലാണ്. നമുക്കറിയാം പല തരത്തിലാണ് സ്ത്രീ തന്നെ അലങ്കരിക്കാൻ ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ധാരാളമായി ചെലവിടുന്ന സ്വഭാവം സ്ത്രീക്കുണ്ട്. സമയം ചെലവിടാറുണ്ട്, സാമ്പത്തികം ചെലവിടാറുണ്ട്, ആരോഗ്യം ചെലവിടാറുണ്ട്. തൻ്റെ സൗന്ദര്യത്തെ പ്രദർശിപ്പിക്കുന്നതിന്, തൻ്റെ സൗന്ദര്യത്തെ നിലനിർത്തുന്നതിന്, തൻ്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നതിന് ഒക്കെ സ്ത്രീ വളരെയധികം ജാഗ്രതയുള്ളവളാണ്. അങ്ങനെയുള്ള സ്ത്രീയോട് അപ്പോസ്തലൻ പറയുകയാണ് എങ്ങനെയാണ് ഈ അലങ്കാരങ്ങൾ ചെയ്യേണ്ടത്. അത് യോഗ്യമായ വസ്ത്രം ധരിച്ചിട്ട്. ഹല്ലേലൂയ. സ്ത്രീക്ക് സ്ത്രീയുടെ നഗ്നത മറയ്ക്കുന്ന വിധത്തിൽ ഉള്ള വസ്ത്രധാരണം വിശുദ്ധ വേദപുസ്തകം നിർബന്ധിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, കർക്കശമായി അറിയിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, തങ്ങളെ തന്നെ അലങ്കരിക്കണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല അലങ്കരിക്കേണ്ടത്. പൊന്നോ മുത്തോ വിലയേറിയ വസ്ത്രമോ ഒക്കെ ധരിക്കുന്നത് തെറ്റ് എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷെ അവയെ കൊണ്ടല്ല നിങ്ങളെ അലങ്കരിക്കേണ്ടത്. നിങ്ങളുടെ അലങ്കാരം അതിലായി പോകരുത്. ഹല്ലേലൂയ. വളരെ ചിന്തിക്കേണ്ടുന്ന ഒരു ഭാഗമാണത്. അതായത് വിലയേറിയ മുത്തോ പൊന്നോ വിലയേറിയ വസ്ത്രങ്ങളോ ഒക്കെ കൊണ്ട് തങ്ങളെ തന്നെ അലങ്കരിക്കുന്നത് കൊണ്ട് മതി എന്നൊരു സ്ത്രീ വിചാരിക്കരുത്. തീർച്ചയായിട്ടും അവൾക്ക് ചില സ്വഭാവ ഗുണങ്ങൾ വേണമെന്ന് അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നു. ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകും വണ്ണം സൽപ്രവൃത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. ഒരു സ്ത്രീക്ക് തൻ്റെ സൽപ്രവൃത്തികൾ കൊണ്ട് തന്നെ അലങ്കരിക്കാൻ കഴിയണം. അത് ശ്രമകരമായ ഒരു കാര്യമാണ്. അല്പമല്ലാത്ത ബുദ്ധിമുട്ട് അതിനുണ്ട്. ഒരുപക്ഷെ ഒരു ബ്യൂട്ടീഷ്യൻ്റെ സഹായത്തോടു കൂടി നമുക്ക് പുരികം ത്രെഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫേഷ്യൽ ചെയ്യുകയോ അല്ലെങ്കിൽ മുടിയെ സ്ട്രൈറ്റൻ ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. അത് മറ്റുള്ളവരുടെ സഹായത്തോടെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ അങ്ങനെ മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ പോലെ താങ്കളുടെ സ്വഭാവത്തെ ഒന്ന് അടുക്കി പെറുക്കി ഭംഗിയാക്കി ചിട്ടയാക്കി വെക്കണമെങ്കിൽ, പ്രിയമുള്ളവരെ, സൽപ്രവൃത്തികളെ കൊണ്ട് അലങ്കരിക്കണമെങ്കിൽ അതിന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം അത്യന്താപേക്ഷിതമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. സൽപ്രവൃത്തി എന്താണ് എന്ന് സ്ത്രീ അറിയണമല്ലോ. അറിഞ്ഞെങ്കിലല്ലേ അതുകൊണ്ട് തന്നെ അലങ്കരിക്കാൻ പറ്റുകയുള്ളൂ. എല്ലാ സ്ത്രീകൾക്കും സ്വാഭാവികമായി കുറേയേറെ നല്ല ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ ചില ദോഷവശങ്ങളും ഉണ്ട്. എന്നാൽ വചനത്തിൻ്റെ വെളിച്ചത്തിൽ വചനം എന്ന കണ്ണാടി തുറന്ന് ആ കണ്ണാടിയിലേക്ക് നാം നോക്കുമ്പോഴത്തേക്കാണ് മനസ്സിലാകുന്നത് എനിക്ക് എവിടെയൊക്കെയാണ് പോരായ്മകളുള്ളത്, എവിടെയൊക്കെയാണ് ഞാൻ വിരൂപയായിരിക്കുന്നത്, എനിക്ക് യോഗ്യമല്ലാത്ത രീതിയിൽ ഞാൻ ജീവിക്കുന്നത് എങ്ങനെയാണ് എന്ന് വചനത്തിലൂടെ പഠിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്നും വചനത്തിലൂടെയുള്ള സൗന്ദര്യവർദ്ധക മാർഗങ്ങളെ സ്വീകരിക്കാവുന്നതാണ്. അങ്ങനെ തന്നെ ഒരു സ്ത്രീക്ക് വളരെ തൻ്റെ ജീവിതത്തെ, തൻ്റെ വ്യക്തിത്വത്തെ പ്രഭാപൂർണമാക്കാനായിട്ട് കഴിയും. സ്ത്രീ മൗനമായിരുന്ന പൂർണ്ണ അനുസരണത്തോടു കൂടെ പഠിക്കട്ടെ. മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷൻ്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല എന്നാണ് പൗലോസ് അപ്പോസ്തലൻ താക്കീത് നൽകുന്നത്.
അവിടെ ഒടുവിലായിട്ട് പറയുന്നു, കാരണം അതായത് സ്ത്രീ ഉപദേശിയൊക്കെ ആയി മാറിയാൽ, അല്ലെങ്കിൽ പുരുഷൻ്റെ മേൽ അധികാരമൊക്കെ നടത്തിയാൽ സ്ത്രീയല്ലേ ആദ്യം വഞ്ചിക്കപ്പെട്ടത്. അപ്പോൾ ഈ സ്ത്രീയുടേതായിട്ടുള്ളൊരു സ്വഭാവത്തിലെ വൈകല്യം ഇരിക്കുന്നത് കൊണ്ട് എല്ലാ ഉപദേശവും അങ്ങോട്ട് ഉപദേശമാകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാ ഭരണവും അങ്ങോട്ട് ശരിയാകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഒന്ന് താക്കീത് നൽകുന്നത്. പക്ഷേ ഇത് ഒരു ഫെമിനിസ്റ്റിക് മൈൻഡുള്ള സ്ത്രീയെ സംബന്ധിച്ച് വായിക്കുമ്പോൾ വളരെയധികം അസ്വസ്ഥതയുണ്ടാക്കുന്ന വാക്കുകളാണ്. ഇവിടെ പറയുന്നുണ്ട്, സ്ത്രീ സഭയിൽ മൗനമായിരുന്നു പഠിക്കട്ടെ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒച്ച ഉണ്ടാക്കരുത് എന്നാണ്. സ്ത്രീയെ സംബന്ധിച്ച് ഇങ്ങനെ പറയുമ്പോൾ അടിച്ചമർത്തുന്നു എന്ന് തോന്നിപ്പോകാം. പക്ഷേ അങ്ങനെ തോന്നിപ്പോകുന്നത് അവളിലെ അജ്ഞതയാണ്. ഒരു സ്ത്രീ പഠിക്കാതെ, അല്ലെങ്കിൽ ഗൗരവത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ സംസാരിക്കുന്നത് ഒരു പുരുഷൻ സംസാരിക്കുന്നതിനേക്കാൾ അപകടമായിട്ട് തീരും. നമുക്കറിയാമല്ലോ, ഏദൻ തോട്ടത്തിൽ വെച്ച് ഹവ്വായെ ഉപായത്താൽ ചതിച്ച പാമ്പിൻ്റെ വാക്കുകൾ പിന്നത്തേതിൽ അവളുടെ ജീവിതം അവളുടെ മാത്രമല്ല മുഴുവൻ മാനവരാശിയുടെയും പതനത്തിന് കാരണമാക്കി തീർത്തു. അപ്പോൾ സ്ത്രീയോട് അപ്പോസ്തലൻ ചില താക്കീത് നൽകുന്നതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മൗനമായിരിക്കുക, സഭയിൽ മൗനമായിരിക്കുക. സഭ എന്നത് ദൈവത്തിൻ്റെ മക്കൾ കൂടി വരുന്ന കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയ്ക്കകത്ത് സ്ത്രീക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധയോടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ പുരുഷന് മേൽ കയറി അധികാരം നടത്തുന്നതോ പുരുഷനെ നിയന്ത്രിക്കുന്നതോ ഒരു സ്ത്രീക്ക് യോഗ്യമല്ല എന്ന് പ്രത്യേകമായിട്ടും നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും ദൈവദാസിമാർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദൈവദാസന്മാരുടെ ഭാര്യമാർ എന്ന് പറയുന്നവർ ദൈവദാസന്മാരെ നിയന്ത്രിക്കുന്ന ഒരു അനുഭവം നമുക്ക് സഭയിൽ കാണാൻ കഴിയും. ഇനി അതല്ല, നല്ല ഭാര്യമാർ എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഭർത്താവിനെ പൊതുവെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിയന്ത്രിക്കുന്ന സ്ത്രീകളെ നമുക്ക് കാണാൻ കഴിയും. മുതിർന്ന പ്രായപൂർത്തിയായി കഴിഞ്ഞ ആൺമക്കളെയും പെൺമക്കളെയും ഒക്കെ അമ്മമാരെന്ന അധികാരത്തിൽ സ്ത്രീകൾ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിയന്ത്രിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അവിടെ എല്ലാം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഈ ഒരു കൽപ്പന നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ രഹസ്യത്തിൽ പറയാനുള്ളത് രഹസ്യത്തിൽ പറയേണ്ട ക്രമീകരണങ്ങളെ വരുത്തുകയാണെങ്കിൽ ആ സ്ത്രീക്ക് കുറേ കൂടി മാന്യതയുണ്ടാകും. പൊതുസഭയിൽ പറയാതെ സ്വകാര്യതയിൽ പറയുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾക്ക് എപ്പോഴും എല്ലാവരുടെ മുന്നിലും വിലയുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. 1 കൊരിന്ത്യർ 11-3 സ്ത്രീയെക്കുറിച്ച് പറയുന്നത്, എന്നാൽ ഏത് പുരുഷൻ്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിൻ്റെ തല ദൈവം. അപ്പോൾ ഒരു ഓർഡർ ദൈവവചനത്തിൽ നൽകിയിരിക്കുന്നതിനകത്ത് 3-ാം സ്ഥാനമാണ് സ്ത്രീക്ക്. പലപ്പോഴും ഒരേ സ്ഥാനം വേണം, ഒപ്പത്തിനൊപ്പം നിൽക്കണം എന്നാണ് പൊതുവിൽ സാധാരണ സ്ത്രീകൾ ഉന്നയിക്കുന്ന ആവശ്യം, അവകാശവാദം. എന്നാൽ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരമാണെങ്കിൽ ക്രിസ്തുവായ തലയെ ധരിച്ചിരിക്കുന്ന പുരുഷൻ, ആ പുരുഷന് കീഴ്പ്പെട്ടിരിക്കുന്ന സ്ത്രീ, ആ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. ഒരിക്കലും പുരുഷൻ്റെ മേൽ അധികാരം നടത്തുവാനോ അല്ലെങ്കിൽ ആ തരത്തിൽ ഉയർന്നു നിൽക്കുവാനോ ദൈവം അനുവദിക്കുന്നില്ല. അപ്പോൾ കീഴ്പ്പെടേണ്ട ചില മേഖലകളുണ്ട്, ഒരുമിച്ച് നിൽക്കേണ്ട മേഖലകളുണ്ട്. ഇത് വചനത്തിൻ്റെ വ്യവസ്ഥയിലല്ലാതെ ഒരു സ്ത്രീക്ക് മനസ്സിലാകുകയുമില്ല. ഇത് നമുക്ക് ഒരു സ്ത്രീ സ്വാതന്ത്ര്യം, അല്ലെ സ്ത്രീ ശാക്തീകരണം, അല്ലെ സ്ത്രീ സമത്വം എന്നൊക്കെ പറയുന്നവരുടെ ഇടയിൽ പോയിട്ട് ഇത് സാധാരണഗതിയിൽ സംസാരിക്കുകയാണെങ്കിൽ അവർക്കിത് അംഗീകരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകം മനുഷ്യന് ദൈവം നൽകുന്ന നിയമപുസ്തകമാണ്. മനുഷ്യൻ അനുസരിക്കേണ്ട നിയമങ്ങൾ എഴുതിയ പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. പഴയ നിയമം, പുതിയ നിയമം എന്ന് രണ്ടായി തിരിച്ച ഈ വേദപുസ്തകത്തിൽ ഒരു സ്ത്രീ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിച്ചാണ് മാന്യതയിൽ അവളുടെ അന്ത്യം വരെയും ആ പേര് നിലനിർത്തേണ്ടത് എന്നുള്ളത് പഠിപ്പിച്ചു തരുന്ന പുസ്തകമാണ്. ആ നിയമവ്യവസ്ഥ അനുസരിച്ച് ജീവിച്ചേ മതിയാവുള്ളൂ. നിയമങ്ങളെ നമുക്ക് മാറ്റാൻ കഴിയില്ലല്ലോ. നമുക്കറിയാമല്ലോ, വിവിധ തരത്തിലുള്ള നിയമങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ആ നിയമങ്ങളൊക്കെ എന്തിനാണ് അങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് കാര്യങ്ങളൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് പോകാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്ത്രീയെക്കുറിച്ചും വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ, ആ നിയമങ്ങളെ പിൻപറ്റുകയാണെങ്കിൽ വളരെ അനുഗ്രഹമായിരിക്കും. കാരണം കുറച്ചുകൂടി വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തൻ്റെ തലയെ അപമാനിക്കുന്നു. സ്ത്രീ മൂടുപടം ഇടുന്നില്ലെങ്കിൽ മുടി കത്തിരിച്ച് കളയട്ടെ. കത്തിരിക്കുന്നതോ ക്ഷൗരം ചെയ്യുന്നതോ സ്ത്രീക്ക് ലജ്ജയെങ്കിൽ മൂടുപടം ഇട്ടുകൊള്ളട്ടെ. സ്ത്രീയോ പുരുഷൻ്റെ തേജസ്സാകുന്നു. സ്ത്രീ പുരുഷനിൽ നിന്നത്രേ ഉണ്ടായത്. പ്രിയമുള്ളവരെ, എത്ര അനുഗ്രഹിക്കപ്പെട്ട, എത്ര മനോഹരമായിട്ടുള്ള ഒരു ഉപദേശമാണ്.
പുരുഷൻ തലയിൽ മൂടുപട ഇടാൻ പാടില്ല, പക്ഷെ സ്ത്രീ തലയിൽ മൂടുപട ഇടണം. ഇതൊക്കെ വളരെ താർക്കികമായിട്ടുള്ള വിഷയങ്ങളാണ്. എന്നാൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് വചനത്തിൽ ദേവദാസൻ എഴുതി ചേർത്തിരിക്കുന്നു. സ്ത്രീ മൂടുപട ഇടുക. എന്തിനാ മൂടുപട ഇടുന്നത്? മൂടുപട ഇടുന്നതിന് വേറെ ഉദ്ദേശമൊന്നുമില്ല, ഒരു അധീനത ലക്ഷ്യം ഉണ്ടാകാനാണ്. അതായത് ഒരു ഐഡൻറ്റിറ്റിയാണ്, ഞാൻ കീഴ്പ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ ഒരു സിമ്പലാണ്. ഞാൻ പുരുഷന് കീഴ്പ്പെട്ടിരിക്കുന്നു, ഞാൻ ദൂതന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു, ഞാൻ ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു, ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ അനുസരിക്കുന്നു എന്നൊന്ന് കാണിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ദൈവം മൂടുപടം ഇടണം എന്ന കൽപ്പന തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അതിൽ മറുതലിച്ച് നിൽക്കണോ അനുസരിക്കണോ എന്നുള്ളത് വ്യക്തിപരമായി തീരുമാനിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഇവിടെ പ്രത്യേകമായിട്ടും പറയുന്ന ഒരു വാക്ക് ശ്രദ്ധിച്ചാൽ, സ്ത്രീയോ പുരുഷൻ്റെ തേജസ്സാകുന്നു. സ്ത്രീ പുരുഷനിൽ നിന്ന് അത്രേ ഉണ്ടായത്. എത്ര വലിയ പദവിയാണത്. ഹല്ലേലൂയ. പലരും ഇതൊന്നും ചിന്തിക്കാത്തത് കാരണമാണ് ചില മത്സരങ്ങൾ, ചില വാശികൾ, ചില സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള കടിപിടികളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു സ്ത്രീയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൾ പുരുഷൻ്റെ തേജസ്സാണ് എന്നാണ്. ഒരു പുരുഷനെ പുറമേ കാണുമ്പോൾ ആ കാണുന്ന മനുഷ്യൻ്റെ മേൽ വെളിപ്പെട്ട് നിൽക്കേണ്ടിയ തേജസ്, ആ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ ഒരു ശോഭ, അത് ഭാര്യയായിരിക്കണം, അല്ലെങ്കിൽ സ്ത്രീ തന്നോടൊപ്പം നിൽക്കുന്ന സ്ത്രീ ആയിരിക്കണം എന്ന് പറയുമ്പോൾ അവൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് പ്രിയമുള്ളവരെ. അത് ചിന്തിക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷിക്കേണ്ടിയ അല്ലെങ്കിൽ അഭിമാനിക്കേണ്ടിയ ഒരു പദവിയാണ് ദൈവം നൽകിയിരിക്കുന്നത്. സ്ത്രീ പുരുഷനിൽ നിന്നത്രേ ഉണ്ടായത്. അതെ, സൃഷ്ടിക്കപ്പെട്ട നാളിൽ പുരുഷനിൽ നിന്ന്, അവൻ്റെ വാരിയലിൽ നിന്ന് സ്ത്രീയെ എടുത്തു എന്ന് പറയുമ്പോൾ സൃഷ്ടിയിൽ ഒരു രണ്ടാം സ്ഥാനം സ്ത്രീക്കുണ്ട്. സകല സൃഷ്ടികളെയും സൃഷ്ടിച്ച ശേഷമാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് കഴിഞ്ഞ ശേഷമാണ് സ്ത്രീയെ സൃഷ്ടിച്ചത്. അപ്പോൾ ഒരു രണ്ടാം സ്ഥാനം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് അങ്ങനെ തന്നെ പോകുന്നതായിരിക്കും അനുഗ്രഹവും. തുടർന്ന് പുരുഷൻ സ്ത്രീക്കായിട്ടല്ല, സ്ത്രീ പുരുഷനായിട്ടത്രേ സൃഷ്ടിക്കപ്പെട്ടത്. ആകയാൽ സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനതാ ലക്ഷ്യമുണ്ടായിരിക്കണം. അപ്പോൾ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം ഇതാണ്. സ്രഷ്ടാവിനോട് നമ്മൾ എന്താ ദൈവമേ അങ്ങനെ അങ്ങ് ചെയ്തത് എന്ന് ചോദ്യം ചെയ്യാനുള്ള അനുവാദമില്ല. ആദ്യം എന്നെ സൃഷ്ടിക്കാഞ്ഞ എന്താ, അത് കഴിഞ്ഞിട്ട് ആദത്തെ പോരായിരുന്നോ എന്ന് ഹവ്വയ്ക്ക് ചോദിക്കാനുള്ള അനുവാദമില്ല. തൻ്റെ ഇഷ്ടപ്രകാരമാണ് സകലതും സൃഷ്ടിച്ചു വെക്കുന്നത്. സകലതും സൃഷ്ടിച്ചിട്ട് നല്ലതെന്ന് ദൈവം കണ്ടു എന്നാണ് ദൈവവചനത്തിൽ പറയുന്നത്. അപ്പോൾ സ്വന്തം ഇഷ്ടത്തിന് ദൈവം സൃഷ്ടിച്ചാക്കിയപ്പോൾ സ്ത്രീയെ സൃഷ്ടിച്ചത് പ്രത്യേകമായൊരു ഉദ്ദേശത്തോടെയാണ്, പുരുഷന് സഹായിയായിരിക്കണം. അങ്ങനെയുള്ള സ്ത്രീ അധീനതാ ലക്ഷ്യത്തിൽ ദൂതന്മാർക്ക് പോലും കീഴടങ്ങിയിരിക്കണം എന്ന് ദൈവവചനം നമ്മെ നിഷ്കർഷിക്കുന്നു. എന്നാൽ കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല. പ്രത്യേകമായിട്ട് അപ്പോസ്തലൻ വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ സ്ത്രീയെ നീ രണ്ടാം തരക്കാരിയാണെന്നോ, പുരുഷനെ നീ അല്ലെങ്കിൽ ഉയർന്നവനാണെന്നോ, അങ്ങനെയൊന്നും ഒരു വേർതിരിവുമില്ല. സ്ത്രീ ഇല്ലാതെ പുരുഷനില്ല, പുരുഷനില്ലാതെ സ്ത്രീയില്ല. രണ്ടു പേർക്കും ദൈവത്തിൻ്റെ മുന്നിൽ തുല്യസ്ഥാനമാണ് എന്നാണ് ദൈവത്തിൻ്റെ അഭിഷിക്തൻ രേഖപ്പെടുത്തുന്നത്. സ്ത്രീ പുരുഷനിൽ നിന്നുള്ള ഉണ്ടായതുപോലെ പുരുഷനും സ്ത്രീ മുഖാന്തരം ഉളവാകുന്നു. സ്ത്രീ മൂടുപടം ഇടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് യോഗ്യമോ എന്നാണ് ഒടുവിലായി അപ്പോസ്തലൻ ചോദിക്കുന്നത്. അതായത് ഒരു തർക്ക വിഷയം നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തരുമ്പോൾ അത് സ്വീകരിക്കേണ്ട വിധം സ്വീകരിക്കേണ്ടവർ സ്വീകരിക്കട്ടെ എന്നാണ് അഭിഷിക്തൻ്റെ താല്പര്യം എന്ന് നമുക്ക് മനസ്സിലാകും. സ്വയമായിട്ട് ഞാൻ പുരുഷൻ്റെ കീഴിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്കങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല, ഞാൻ ദൈവത്തിൻ്റെ വചനപ്രകാരമാണെങ്കിൽ പുരുഷനെ പോലെ തന്നെയാണ് സ്ത്രീയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് അധീനതാ ലക്ഷ്യത്തിൻ്റെ ആവശ്യമില്ല എന്നൊരു സ്ത്രീ തീരുമാനിക്കുകയാണെങ്കിൽ അപ്പോസ്തലന് ഇനിയൊന്നും പറയാനില്ല എന്നാണ് അവിടെ നമുക്ക് കിട്ടുന്ന ഒരു സെൻസ്. അതായത് ഒരു സ്ത്രീയെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ പദ്ധതി എന്താണെന്ന് വെച്ചാൽ പുരുഷൻ്റെ തുണയായിരിക്കുക, പുരുഷന് നല്ലൊരു സഹായിയായിട്ടിരിക്കുക. ഒരു ഉദ്ദേശത്തോടു കൂടി സൃഷ്ടിക്കപ്പെട്ട സ്ത്രീ ആ ലെവലിൽ തന്നെ നിൽക്കുന്നതാണ് നല്ലത്. പക്ഷേ അതിനെ മറുതലിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ എന്ന് പറഞ്ഞ് അവിടെ അപ്പോസ്തലൻ നമ്മളെ നമ്മുടെ ഇഷ്ടത്തിന് വിടുകയാണ്. അവിടെ നമുക്ക് തീരുമാനിക്കാം, നാം അനുഗ്രഹത്തിൻ്റെ വഴിയിൽ നടക്കണമോ അല്ല ശാപത്തിൻ്റെ വഴിയിലേക്ക് പോകണമോ. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ, ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണോ അത് ചെയ്യുന്നവർ അനുഗ്രഹത്തിലേക്കും, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വിപരീതമായി നിൽക്കുന്നവർ
ശാപത്തിലേക്കും പോകും. അതിന് സംശയമില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദം ഹവ്വമാരെ സൃഷ്ടിച്ചാക്കുമ്പോൾ ദൈവം പറഞ്ഞ കൽപ്പനയിൽ നിന്ന് വ്യതിചലിച്ച് അനുസരണക്കേട് കാണിച്ച ഹവ്വ അവളുടെ പിന്നത്തെ ജീവിതത്തിൽ ശാപഗ്രസ്തയായിരുന്നു എന്നുള്ളത് നാം കാണുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവവചനത്തെ അനുസരിക്കുന്നത് അനുഗ്രഹമായിരിക്കും. ഇത്തരത്തിലൊരു താർക്കിക വിഷയം ഉന്നയിച്ച ശേഷം ദൈവത്തിൻ്റെ അഭിഷിക്തൻ പ്രത്യേകമായും അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്, ഇങ്ങനൊരു തർക്കത്തിന് ഈ വിഷയം വരികയാണെങ്കിൽ തർക്കിക്കേണ്ട, ഒഴിഞ്ഞു മാറിക്കൊള്ളാനാണ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീയെക്കുറിച്ച് ഒത്തിരി ഭാഗങ്ങളിൽ വളരെ വിലപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യങ്ങളിലായി ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം എന്ന ഉപദേശമുണ്ട്. അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയെ കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണമെന്ന് ഉപദേശം നൽകിയിട്ടുമുണ്ട്. പ്രിയമുള്ളവർ, അവിടെ നമ്മൾ കാണുന്ന ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പുരുഷനെ കൊടുത്തിരിക്കുന്ന അധികാരം, ആ ഒരു അതോറിറ്റി, ആ ഒരു പദവി, ആ പദവിയിൽ നിൽക്കുമ്പോൾ തന്നെ പുരുഷന് ഒരിക്കലും സ്ത്രീയെ അവഗണിക്കാൻ പാടില്ല എന്നുള്ള ഒരു പ്രത്യേകമായ നിർദ്ദേശം. അങ്ങനെ സ്ത്രീയെ ചേർത്തണയ്ക്കണം, അവളെ സംരക്ഷിക്കണം. അവളെ സഭയെ എങ്ങനെ യേശുക്രിസ്തു സ്നേഹിക്കുന്നു, അതായത് തൻ്റെ ജീവനെ നൽകി തൻ്റെ ശരീരമായ സഭയെ സ്നേഹിക്കുന്നത് പോലെ പുരുഷൻ തലയായിരുന്നു കൊണ്ട് ശരീരമായിരിക്കുന്ന സ്ത്രീയെ അത്രയധികം സംരക്ഷിച്ച് സ്നേഹിക്കണം എന്ന നല്ലൊരു ബന്ധത്തെയാണ് ഊട്ടി ഉറപ്പിച്ച് നൽകുന്നത്. സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഭർത്താവിനെ ഭാര്യ ബഹുമാനിക്കണം എന്ന ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭർത്താവിനെ ഭാര്യ ബഹുമാനിക്കുകയും ഭർത്താവ് ഭാര്യയെ സ്വന്തം ശരീരത്തെ പോലെ പരിപാലിക്കുകയും ചെയ്യണം. എത്ര മനോഹരമായിരിക്കും ആ ഒരു നടത്തിപ്പ് എന്നുള്ളതാണ്. പലപ്പോഴും അതിന് വിള്ളൽ വരുമ്പോഴാണ് ജീവിതത്തിൽ ക്രമക്കേടുകൾ ഉണ്ടാവുകയും ഒച്ചപ്പാടുകൾ ഉണ്ടാവുകയും അത് കഴിഞ്ഞ് അസമാധാനത്തിലേക്കും അസ്വസ്ഥതയിലേക്കും ജീവിതം പോവുകയും ചെയ്യുന്നത്. ആദമിൻ്റെ തെറ്റാണോ ഹവ്വയുടെ തെറ്റാണോ വീഴ്ച എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ആദ്യം ഹവ്വയെ നമുക്ക് ചിന്തിക്കാം. ഹവ്വ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു, അതോടൊപ്പം ആദമിനെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുക കൂടി ചെയ്തു. അത് കഴിയുമ്പോൾ ആദമിനും ആ തെറ്റ് തിരുത്തുവാനുള്ള മനസ്സില്ലാതെ പോയി. അതുകൊണ്ട് തന്നെ ഇരുവരും ശാപഗ്രസ്തരായി തീർന്നു. പ്രിയമുള്ളവരെ, ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കുമ്പോൾ സ്ത്രീയെ പുരുഷനും പുരുഷനെ സ്ത്രീയും മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കുകയും മാനിക്കേണ്ട പോലെ മാനിക്കേണ്ടതും എങ്ങനെ എന്ന് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പഠിപ്പിച്ചു തരുന്നു. ഈ തരത്തിൽ നാം പഠിപ്പിച്ച ആ വേദപുസ്തകത്തിൻ്റെ പഠനത്തിലൂടെ ജീവിക്കുകയാണെങ്കിൽ ജീവിതം സുന്ദരമായിരിക്കും, അതിമനോഹരമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റു ചില ഭാഗങ്ങളിൽ തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലായി അവർ ഭർത്തൃപ്രിയരായിരിക്കണം എന്ന് രേഖപ്പെടുത്തുന്നു. പുത്രപ്രിയരായിരിക്കണം, സുബോധമുള്ളവരായിരിക്കണം, പാതിവൃത്യമുള്ളവരായിരിക്കണം, വീട്ടുകാര്യം നന്നായി നോക്കുന്നവരായിരിക്കണം, ദയയുള്ളവരായിരിക്കണം, ഭർത്താവിന് കീഴടങ്ങുന്നവരായിരിക്കണം. ഇങ്ങനെ കുറേ പ്രത്യേകതകൾ അത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നാം പിന്നെയും ചിന്തിക്കുമ്പോൾ സ്ത്രീക്ക് സൗന്ദര്യവർദ്ധക വസ്തുക്കളാണ്, അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ വർധനവിനുള്ള ഉപാധികളാണ് ഈ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ വളരെ പ്രത്യേകതയുള്ള വളരെ ശ്രദ്ധേയമായ 2 കാര്യങ്ങൾ കൂടി നമുക്ക് ചിന്തിക്കാവുന്നതാണ്. സ്ത്രീയെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ 1 പത്രോസ് 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, വിവേകത്തോടുകൂടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പിൻ. പ്രിയമുള്ളവരെ, അവിടെ പറയുന്നു അപ്പോസ്തലൻ്റെ അഭിപ്രായത്തിലാണെങ്കിൽ സ്ത്രീ ബലഹീന പാത്രമാണ്, അവളെ തൻ്റെ ജീവൻ്റെ കൂട്ടവകാശിയാക്കി ചേർത്ത് നിർത്തിക്കൊള്ളണം എന്ന് പുരുഷൻ ഉപദേശം കൊടുക്കുകയാണ്. എന്നാൽ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തവും കുറേ കൂടി ശ്രേഷ്ഠവുമായ മറ്റൊരു ഉപദേശം വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാം. 1 തിമോത്തിയോസ് 3-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം രേഖപ്പെടുത്തുന്നു, ഔവണ്ണം സ്ത്രീകളും ഘനശാലികളായി ഏഷണി പറയാതെ നർമ്മദരും എല്ലാറ്റിലും വിശ്വസ്തമാരും ആയിരിക്കണം. ഹല്ലേലൂയ! എത്ര മനോഹരമാണത് പ്രിയമുള്ളവരെ. സ്ത്രീ ബലഹീന പാത്രം എന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്ന അതേ സ്ഥാനത്ത് തന്നെ സ്ത്രീയുടെ മറ്റൊരു പ്രത്യേകത പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, സ്ത്രീ ഘനശാലിയായിരിക്കണം. പുരുഷനെക്കുറിച്ചും അത് തന്നെയാണ് പറഞ്ഞത്. തൊട്ട് മേളത്തെ വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, ഒരു പുരുഷൻ ശുശ്രൂഷകനാകുമ്പോൾ അവൻ ഘനശാലി ആയിരിക്കണം, അതിന് എന്തൊക്കെ യോഗ്യത വേണമെന്ന് അവിടെ പറഞ്ഞിട്ട് അവണ്ണം തന്നെ, അതായത് ഒരു പുരുഷന് കൊടുക്കുന്ന അതേ പ്രാതിനിധ്യത്തോടു കൂടി തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, സ്ത്രീയെ നീയും ഘനശാലി ആയിരിക്കണം. എന്നിട്ട്
പ്രത്യേകമായിട്ട് പഠിപ്പിക്കുകയാണ് ഘനശാലിയാകാൻ വേണ്ടിയ 3 പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. സ്ത്രീ അതനുസരിക്കുകയാണെങ്കിൽ വളരെ അനുഗ്രഹമായിരിക്കും. ഏഷണി പറയാത്തവളായിരിക്കണം, ഏഷണി പറയരുത്. പിന്നെയോ നർമ്മദരായിരിക്കണം, എല്ലാറ്റിലും വിശ്വസ്തരായിരിക്കണം. ഈ 3 ഗുണങ്ങൾ ഒരു സ്ത്രീക്കുണ്ടെങ്കിൽ അവൾ ഘനശാലിയായി എന്നാണ് ദൈവവചനപ്രകാരം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഏഷണി പറയുക എന്നുള്ളത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു ദുർഗുണമാണ്. പക്ഷേ കൂടുതൽ സ്ത്രീകളും അകപ്പെട്ടു പോകുന്നത് ഈ സ്വഭാവത്തിൻ്റെ ദൂഷ്യത്തിലാണ്. എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞാൽ അത് മറ്റുള്ളവരോട് അറിയിക്കുക എന്നുള്ളത് പുരുഷനേക്കാൾ കൂടുതൽ ത്വര സ്ത്രീകൾക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് ഗുണത്തിനായി പ്രയോജനപ്പെടുത്തുന്നത് അനുഗ്രഹമായിരിക്കും. എന്നാൽ ചിലപ്പോഴൊക്കെ ഈ സ്വഭാവം ഒരു അകൃത്യത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതിനെയാണ് ഏഷണി എന്ന് പറയുന്നത്. ഇല്ലാത്ത കാര്യങ്ങൾ പറയുക, ഉള്ളതിനെ തന്നെ വളച്ചൊടിച്ച് പറയുക. അത് എവിടെ തുടങ്ങി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം കൊടുത്ത കൽപ്പനയെ ലംഘിക്കുന്ന ഭാഗത്ത് നമുക്കത് കാണാൻ കഴിയും. പിശാച് വന്ന് ചോദിച്ചു, ഈ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? ചോദിക്കുമ്പോൾ ഹവ്വ പറയുമ്പോൾ അതിനകത്തൊരു ചെറിയ ഏഷണിയുടെ ലാഞ്ചനയുണ്ട്. തൊടുക പോലും അരുത് എന്ന് പറഞ്ഞു. അങ്ങനെ തൊടരുത് എന്നൊന്നും ദൈവം പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ തൻ്റെ കയ്യിൽ നിന്ന് ചിലത് കൂടി ഇട്ടിട്ട്, അതായത് സ്വന്തം ആലോചന അനുസരിച്ച് ചിലത് കൂടി ഇട്ടിട്ട് ചിലത് കൂടി കൂട്ടിച്ചേർത്തു. അങ്ങനെ കൂട്ടിച്ചേർക്കുന്ന സ്വഭാവം ഏദനിലെ തുടങ്ങിയതാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ പറയരുതാത്തത് പറഞ്ഞ് തന്നിലേക്ക് പാപത്തിന് പ്രവേശിക്കാനുള്ള വാതിലുകൾ തുറന്നിട്ട് കൊടുത്തവളാണ് സ്ത്രീ. എന്നാൽ ഇന്നും ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ ഒഴിവാക്കേണ്ട ഒരു ദോഷ സ്വഭാവമാണ് ഏഷണി പറയുക എന്നുള്ളത്. അപ്പോൾ ആ രോഗം അല്ലെങ്കിൽ ആ ഒരു ദുർഗുണം ജീവിതത്തിൽ നിന്നേ മാറ്റിക്കളഞ്ഞാൽ ഒരു സ്ത്രീക്ക് അവളുടെ ശ്രേഷ്ഠമായ പദവിയെ ശോഭിപ്പിക്കാനായിട്ട് കഴിയും. അവൾ ഘനശാലിയായി തീരും. മറ്റൊന്ന് നർമ്മദയായിരിക്കണം. കുറച്ചൊക്കെ സന്തോഷമോ അല്ലെങ്കിൽ കുറച്ചൊക്കെ സൗകര്യമോ കുറച്ചൊക്കെ സൗന്ദര്യമോ കുറച്ചൊക്കെ സ്ഥാനമാനങ്ങളോ കുറച്ചൊക്കെ പദവികളോ ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ സ്വയം നിഗളിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് സ്ത്രീക്ക്. അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകമായൊരു താക്കീത് നൽകുന്നു. നർമ്മദരായിരിക്കണം. കിട്ടുന്ന സന്തോഷത്തിലും സമൃദ്ധിയിലും സൗന്ദര്യത്തിലും അനുഗ്രഹത്തിലും എല്ലാം ഒരു തികവുള്ള സ്ത്രീയായി, ഒരു മമതയുള്ള സ്ത്രീയായി, മറ്റുള്ളവരെ മാനിക്കുന്നവളായി, തനിക്ക് കിട്ടിയതിലൊക്കെ അഹങ്കരിച്ച് മറ്റുള്ളവരെ നിന്ദിക്കുന്ന അനുഭവങ്ങളിലേക്ക് പോകുന്ന സ്ത്രീ ആകാതെ, അങ്ങനെ അധപ്പതിച്ചു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് അപ്പോസ്തലൻ ഉപദേശിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാറ്റിലും വിശ്വസ്തരായിരിക്കണമെന്ന്. പ്രിയമുള്ളവരെ, ഏദനിൽ വെച്ച് വിശ്വസ്തത നഷ്ടപ്പെടുത്തി. എന്നാൽ ഇന്നും സ്വർഗത്തിലെ ദൈവം ഓരോ സ്ത്രീയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് വിശ്വസ്തതയാണ്. കുടുംബജീവിതത്തിൽ വിശ്വസ്തത, തലമുറകളുടെ മധ്യത്തിൽ വിശ്വസ്തത, ജീവിത മേഖലകളിൽ വിശ്വസ്തത, കൂട്ട സഹോദരങ്ങളുടെ ഇടയിലുള്ള വിശ്വസ്തത, ദൈവത്തോട് ഉള്ള വിശ്വസ്തത. നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തതയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. കാരണം നാം ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന എല്ലാവരും തന്നെ എൻ്റെ വിശ്വാസം ദൈവമക്കളാകുവാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലെങ്കിൽ ആയവരാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിൽ വെളിപ്പെട്ട് വരണം. എങ്കിൽ ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട 5 സ്വഭാവങ്ങളിൽ ഒന്ന് വിശ്വസ്തതയാണ്. യഹോവയായ ദൈവം മോശയോട് പറയുന്നുണ്ട്, മോശെ, യഹോവയായ ഞാൻ കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയും ഉള്ളവൻ തന്നെ. ഇങ്ങനെ പുറപ്പാട് പുസ്തകത്തിൽ സ്വന്തമായിട്ട് പരിചയപ്പെടുത്തുന്ന ദൈവത്തെ നമുക്ക് കാണുമ്പോൾ അതിൽ ഏറ്റവും ഒടുവിലായി പറയുന്നത് വിശ്വസ്തതയുള്ള ദൈവം. ദൈവത്തിൻ്റെ വിശ്വസ്തത വലിയതാണ് പ്രിയമുള്ളവരെ. അത് നാം അനുഭവിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ വിശ്വസ്തത എത്രത്തോളം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്ന് നാം സ്വയം വിലയിരുത്തേണ്ടതും പഠിക്കേണ്ടതും ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വിശ്വസ്തയായ സ്ത്രീയായി, ഒരു നർമ്മദയായ സ്ത്രീയായി, ഒരു ഏഷണി പറയാത്ത സ്ത്രീയായി നമുക്ക് മനോഹരമായിട്ട് അലങ്കരിക്കപ്പെടാം. അങ്ങനെയാണെങ്കിൽ ഒരു ഘനശാലിയായി മാറാം. സ്ത്രീ ബലഹീനയായ അനുഭവങ്ങളിൽ നിന്ന് ഘനശാലി എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. പത്രോസ് എഴുതിയ ലേഖനത്തിൽ തന്നെ 3-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെ പറയുന്നു, ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ, ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്നു വരുവാൻ ഇടയാകും. അത് ഭാര്യമാർക്ക്
പ്രത്യേകമുള്ള ഒരു നിർദ്ദേശമാണ്. ദൈവത്തെ അറിയാത്ത ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ദൈവഭയമുള്ള ഭാര്യമാരിലൂടെ ആ ഭർത്താക്കന്മാർക്ക് മാനസാന്തരവും രക്ഷയും വരാം എന്നാണ് അപ്പോസ്തലൻ ഉപദേശിക്കുന്നത്. അത് സ്ത്രീകൾക്ക് പരിചയിക്കുന്നത് വളരെ നല്ല ഒരു സ്വഭാവമായിരിക്കും. അങ്ങനെ തങ്ങളെ തന്നെ ഒതുക്കുന്ന അനുഭവത്തിൽ, തങ്ങളെ തന്നെ നിയന്ത്രിക്കുന്ന അനുഭവത്തിൽ, ദൈവവചനത്തിൽ ആശ്രയിക്കുന്ന അനുഭവത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയാകാൻ സ്ത്രീക്ക് കഴിയട്ടെ. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല. കുറച്ചും കൂടി പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതിനെ വ്യക്തമാക്കുകയാണ് പത്രോസ് അപ്പോസ്തലൻ. സൗമ്യതയും സാവധാനതയുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം എന്നാണ് അപ്പോസ്തലൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സൽഗുണങ്ങളെ കൊണ്ട്, സൽസ്വഭാവങ്ങളെ കൊണ്ട് നിങ്ങളെ തന്നെ അലങ്കരിക്കണം എന്ന് അപ്പോസ്തലൻ മറ്റൊരു ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഉപദേശിക്കുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ അതിനെ കുറച്ചും കൂടി വിശദീകരിച്ച് പറഞ്ഞു തരികയാണ്. സൗമ്യതയും സാവധാനതയുമുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. അതോടൊപ്പം അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ. ഗൂഢമനുഷ്യൻ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളെയും ഒതുക്കി വയ്ക്കാൻ, നിയന്ത്രിക്കുവാൻ, അതിനെ വേണ്ടവണ്ണം പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്ന, നിയന്ത്രിക്കുവാനുള്ള സ്വഭാവം, ആ സ്വഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ഒരു എടുത്തുചാട്ടത്തിൻ്റെ സ്വഭാവം സ്ത്രീകളിൽ കൂടുതലായിട്ടും ഉണ്ടാകാറുണ്ട്. ചാബല്യം കൂടുതലും സ്ത്രീകൾക്കാണ്. സ്ത്രീകളുടെ സ്വഭാവം അത്തരത്തിലാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പ്രിയ ദൈവജനമേ, ദൈവവചനം ആഗ്രഹിക്കുന്നത് നമ്മൾ ഒരു ഗൂഢമനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. പറയേണ്ടത് മാത്രം പറയുക, ചെയ്യേണ്ടത് മാത്രം ചെയ്യുക, കാണേണ്ടത് മാത്രം കാണുക, കാണേണ്ടതുപോലെ മാത്രം കാണുക. അത്തരത്തിൽ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാനായി നമുക്ക് കഴിയട്ടെ എന്നാണ് അപ്പോസ്തലൻ ഉപദേശിക്കുന്നത്. തങ്ങളെ തന്നെ അലങ്കരിക്കേണ്ടത് എങ്ങനെയെന്നാണ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് അവിടെ കാര്യങ്ങൾ കുറച്ചും കൂടെ ഗൗരവമാക്കുകയാണ്. അതായത് പുരുഷനെ അത്രയ്ക്കും മാത്രം ബഹുമാനിക്കുന്ന സ്ത്രീകൾ നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കാനാണ് അങ്ങനെ ചെയ്തത്. സാറയോട് എപ്പോഴെങ്കിലും അബ്രഹാം നീ എന്നെ യജമാനാന്ന് വിളിക്ക്, എന്നാൽ ഞാൻ നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിരിക്കും എന്ന് തോന്നുന്നില്ല പ്രിയമുള്ളവരെ. പക്ഷേ അബ്രഹാമിൻ്റെ പദവി, അബ്രഹാമിന് കൊടുക്കുന്ന വില എന്തെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഒരു ദാസിയെ പോലെ നിന്ന് ഭർത്താവിനെ സേവിച്ച സാറയുടെ വാക്കുകളിലൂടെയാണ്. എങ്കിൽ അപ്പോസ്തലനായ പത്രോസ് അത് രേഖപ്പെടുത്തുന്നത് നമ്മിലും ആ ഒരു കീഴ്പ്പെടൽ, ആ ഒരു വഴക്കം ഉണ്ടായി കാണണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ്. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പറയാതെ ഇരുന്നാൽ അവളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും എന്നാണ്. അതായത് സ്ത്രീക്ക് തൻ്റെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നതിലൂടെ തലമുറകളെ തന്നെ അനുഗ്രഹത്തിലേക്ക് നടത്തുവാൻ കഴിയും എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിച്ചു തരുന്നു. പ്രിയമുള്ളവരെ, സദൃശവാക്യത്തിൽ സ്ത്രീയെക്കുറിച്ച് കുലീനയായ ഒരു സ്ത്രീ എങ്ങനെ ആയിരിക്കണമെന്ന് വളരെ വിശദമായ പഠനമുണ്ട്. ഞാൻ വേഗത്തിൽ ആ ഭാഗങ്ങളൊന്ന് സ്പർശിച്ചു വിടാൻ ആഗ്രഹിക്കുന്നു. സദൃശവാക്യം 31 അധ്യായം 10 വാക്യം മുതൽ ഒരു സാമർഥ്യമുള്ള സ്ത്രീയെക്കുറിച്ച് പറയുന്നു. അവളുടെ വില മുത്തുകളിലുമേറും, ഭർത്താവ് അവളെ വിശ്വസിക്കുന്നു, ഭർത്താവിന് നന്മ ചെയ്യുന്നവളായിരിക്കും അവൾ വേല ചെയ്യാൻ മടിക്കുന്നില്ല, കച്ചവട കപ്പൽ പോലെ ആയിരിക്കും അവൾ എന്ന് പറഞ്ഞാൽ എല്ലാം സ്റ്റോക്കായിരിക്കും. അവളുടെ ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവുള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയില്ല. വീട്ടിലുള്ളവർക്ക് അവൾ ആഹാരവും വേലക്കാർക്ക് ഓഹരിയും കൊടുക്കുന്നവളായിരിക്കും. എല്ലാറ്റിലും ഒരു ശ്രദ്ധയുണ്ടായിരിക്കും. നിലം വാങ്ങുന്ന സ്വഭാവമുണ്ടായിരിക്കും. മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്ന സ്വഭാവമുണ്ടായിരിക്കും. അതായത് ഒരു സമൃദ്ധിയെ കൊണ്ടുവരുന്ന ഉത്തരവാദിത്വം തന്നെ ഏറ്റെടുക്കുന്നവളായി തീരും സ്ത്രീ എന്നാണ് സദൃശവാക്യം പഠിപ്പിക്കുന്നത്. അവൾ അരമുറുക്കുന്നവളായിരിക്കും. പല കാര്യത്തിലും അവൾക്ക് പ്രത്യേകമായ ധൈര്യമുണ്ടായിരിക്കും എന്നാണ് ദൈവവചനം പറയുന്നത്. ഭുജങ്ങളെ ശക്തീകരിക്കുന്നവളായിരിക്കും. അതായത് സ്വയം ശക്തിപ്പെട്ട ഒരാൾക്ക് മാത്രമേ മറ്റുള്ളവരെ ശക്തീകരിക്കാൻ കഴിയുള്ളൂ പ്രിയമുള്ളവരെ. എന്നാൽ സ്ത്രീയെക്കുറിച്ച് സദൃശവാക്യത്തിൽ പറയുന്നു, അവൾ സ്വയം ശക്തയുമായിരിക്കും, മറ്റുള്ളവരെ അവൾ ശക്തീകരിക്കുകയും ചെയ്യും. വ്യാപാര ലാഭം ഗ്രഹിക്കുന്നവളായിരിക്കും. എത്രത്തോളം താൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ ലാഭമുണ്ട് എന്ന് കണക്ക് കൂട്ടാനുള്ള പ്രാപ്തിയുള്ളവളായിരിക്കും. പിന്നെയോ ഇരുട്ടിൽ വിളക്ക് കെട്ടുപോകാത്ത അനുഭവത്തിൽ, അതായത് ഏത് സാഹചര്യത്തിലും താൻ ശോഭയോടെ നിൽക്കുന്ന, ഉറപ്പോടെ നിൽക്കുന്ന ഒരു അനുഭവത്തിലായിരിക്കുമെന്ന് പറയുന്നുണ്ട്.
വടുതലയും കതിരും നുള്ളുന്ന സ്വഭാവം ഉണ്ടായിരിക്കും. എളിയവർക്കും ദരിദ്രർക്കും കൈനീട്ടുന്ന സ്വഭാവത്തിലായിരിക്കും. വീട്ടിലുള്ളവർക്ക് അവൾ ചുവപ്പ് കമ്പിളി നെയ്തു കൊടുക്കുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു നല്ല സ്ത്രീയുടെ ഭവനത്തിൽ ആർക്കും തന്നെ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടാകാത്ത വിധത്തിൽ എല്ലാം ക്രമീകരിക്കാൻ ഒരു സ്ത്രീക്ക് കഴിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ സ്ത്രീയെയാണ് ഒരു പുരുഷനേക്കാൾ പ്രാധാന്യതയോടെ കുടുംബത്തെ നയിക്കുവാൻ, കുടുംബത്തിൻ്റെ കാര്യങ്ങളിൽ സ്വസ്ഥതയോടുകൂടി കാര്യങ്ങളെ ക്രമപ്പെടുത്തുവാനായിട്ട് നിർദ്ദേശിച്ചു വച്ചിരിക്കുന്നത്. വീട്ടിലുള്ളവർക്ക് ചുവപ്പ് കമ്പിളി ഉണ്ടാക്കി കൊടുക്കുന്നു, പരവതാനി, ഉടുപ്പ് എന്നിവ ഉണ്ടാക്കുന്നു, ക്ഷണവസ്ത്രവും അരക്കച്ചയും ഉണ്ടാക്കുന്നു, ബലവും മഹിമയും അവൾ ഉണ്ടാക്കിയെടുക്കുന്നു, ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്നു. അതായത് ആകുലതകളില്ലാത്ത സ്ത്രീയെ നമുക്ക് കാണാൻ കഴിയും. ജ്ഞാനത്തോടെ വായ് തുറക്കുന്നു, ദയയുള്ള ഉപദേശം നൽകുന്നു, വീട്ടുകാരെ ശ്രദ്ധിക്കുന്നു, വെറുതെ ഇരിക്കുന്നില്ല. മക്കളും അവളെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുന്നു. ഭർത്താവ് പ്രശംസിക്കുന്നു. സാമർഥ്യമുള്ള സ്ത്രീയേക്കാൾ അവൾ ശ്രേഷ്ഠയായി തീരുന്നു. യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും എന്ന് ഒടുവിലായി പറയുന്നു. പ്രിയമുള്ളവരെ, ഒരു സ്ത്രീ പ്രശംസാർഹയായി തീരുന്നത് എപ്പോഴാണ്? ദൈവഭക്തയായി തീരുമ്പോഴാണ്. സ്വർഗത്തിലെ ദൈവത്തെ അനുസരിക്കുന്നവളായി തീർന്നാൽ അവൾ എങ്ങനെ സമൂഹത്തിൽ വിലയുള്ളവളായി തീരുമെന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരുപാട് പേരിലൂടെ കണ്ടു പഠിക്കാൻ കഴിയും. ഒരു വിധവയായിരുന്നു രൂത്ത്. പക്ഷേ അവൾ ദൈവത്തെ ആശ്രയിച്ചപ്പോൾ, തൻ്റെ അമ്മായിയമ്മയുടെ ദൈവത്തെ പിൻപറ്റിയപ്പോൾ അവളും മാന്യ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. അനാഥ പെൺകുട്ടിയായിരുന്ന എസ്തർ പിന്നത്തേതിൽ ഒരു രാജ്ഞിയായി മാറുന്നത് ദൈവഭക്തി കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ദൈവഭക്തി കൊണ്ട് ഒരു സ്ത്രീക്ക് ശ്രേഷ്ഠ പദവി അലങ്കരിക്കാൻ കഴിയുമെന്നാണ് ദൈവവചനം പറയുന്നത്. അനേകമായ വാക്യങ്ങൾ ദൈവം സ്ത്രീയുടെ സൃഷ്ടിപ്പിനെക്കുറിച്ചും സൃഷ്ടിപ്പിൻ്റെ പ്രാധാന്യതയെക്കുറിച്ചും അവളുടെ നിലനിൽപ്പിനെക്കുറിച്ചും അവളുടെ പദവികളെക്കുറിച്ചും പരിചയപ്പെടുത്തുന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ വിവിധ ഭാഗങ്ങളുണ്ട്. നമുക്കത് കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കുവാൻ വരുന്ന എപ്പിസോഡുകളിൽ ദൈവം സഹായിക്കട്ടെ. ധ്യാന പരമ്പരയിലായിരിക്കുന്ന സഹോദരിമാർ അല്ലെങ്കിൽ സുമനസ്സുകളായ എല്ലാ വ്യക്തികൾക്കും പ്രത്യേകമായിട്ടും യേശു കർത്താവിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ തരത്തിൽ സ്ത്രീകളുടെ ജീവിതത്തിൻ്റെ ഉദ്ധാരണത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഒരു കാര്യവും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുവാൻ കഴിയില്ല. അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ദൈവത്തെ കൂടാതെ, യേശു കർത്താവിനെ കൂടാതെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, പുത്രനായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് ഇവിടെ പറയപ്പെട്ട വിധത്തിൽ ഒരു വലിയ മാറ്റം സ്ത്രീ സമൂഹത്തിൽ വരുത്തുവാനായി കഴിയും. അതിനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും, സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക്, അതുപോലെ തന്നെ കേൾക്കുന്നവരിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർ അല്ലെങ്കിൽ സ്ത്രീകളായിരിക്കുന്നവർക്കും അനുഗ്രഹമായി തീരട്ടെ. അതിനായി പ്രയത്നിക്കുന്നത് അനുഗ്രഹമായിരിക്കട്ടെ. ദൈവവചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. നമ്മെ ശരിയായ പാതയിൽ നടത്തുന്നതാണ്. നമ്മുടെ ജീവിതം സമാധാനപൂർണവും സംതൃപ്തവും സമൃദ്ധിയുള്ളതുമാക്കുന്നതാണ്. ദൈവം ആഗ്രഹിക്കുന്ന വഴിയിൽ നടക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ സ്തോത്രം.